ഈശ്വരൻ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ദൈവമെന്ന് പറഞ്ഞാൽ ഈ സത്യപ്രപഞ്ചമാണ്. ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഈ വിശ്വം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ശക്തിയാണ്, ശക്തി സ്രോതസ്സാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുമ്പോഴേ ഇപ്പം ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പക്ഷേ ഈശ്വരനെ ഓരോരുത്തരും ആരാധിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. അപ്പം ഞാൻ ഈശ്വരനെ ആരാധിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ ഈശ്വരനെ ആരാധിക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള ഈശ്വരൻ്റെ രൂപമല്ല മറ്റൊരാളുടെ മനസ്സിലുള്ള ഈശ്വരൻ്റെ രൂപം. വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ കേട്ടോ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു 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 ശക്തിയാണ്. ഈ സാക്ഷാൽ സത്യപ്രപഞ്ചമാണ്. പക്ഷെ ഈശ്വരനെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമോ? ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ച സത്യമാണ്. നമ്മൾ ചിലപ്പോൾ തീർത്തും നിരാശകളിലങ്ങ് തളർന്നിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഏതെങ്കിലും രൂപത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെ രൂപത്തിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ കോളുകളുടെ രൂപത്തിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിൽ ഒരാശ്വാസമായിട്ട് ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? സത്യമാണ്. നമ്മുടെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക. നമ്മുടെ മനസ്സിലെ നല്ല ചിന്താഗതികളെ നമ്മൾ എന്ത് ചെയ്യുക? വളർത്തിയെടുക്കുക. നല്ല ചിന്താഗതികൾ വളർത്തിയെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരാൾക്ക് ദ്രോഹമാകുന്ന ഒരു ചെറിയ പ്രവൃത്തികൾ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അത് പാടില്ല കേട്ടോ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം. മറ്റൊരാളെ ദ്രോഹിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതങ്ങ് ഒഴിവാക്കിയാണ്. ദ്രോഹ ചിന്തകൾ പോലും പാപമാണെന്നാണ് കേട്ടോ. ഈശ്വരൻ എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചശക്തിക്ക് ഇഷ്ടമല്ലാത്തത് ഒന്നേ ഉള്ളൂ. എന്താണ്? ദ്രോഹചിന്തകൾ ഇഷ്ടമല്ല. അതിഷ്ടമല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ശക്തിക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിനെ എപ്പോഴും നല്ല ചിന്തകൾ നിറയ്ക്കുക. മനസ്സിൽ നല്ല ചിന്തകൾ നിറയ്ക്കുക. പോസിറ്റീവായിട്ട്, ലോകത്തെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുക. നെഗറ്റീവായ ചിന്താഗതികൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ ജീവിതത്തിൽ കഴിയില്ല. നമുക്ക് എല്ലാവരുടെയും ആശയങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പം നമുക്ക് എന്ന് കരുതി നമ്മൾ ആരോടും മനസ്സിൽ വാശിയോ വൈരാഗ്യമോ ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല. നമുക്കൊരാളെ മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അയാളോടുള്ള ചങ്ങാത്തം നിർത്തി വെക്കുക. അത്രയേ ഉള്ളൂ. ഞാനങ്ങനെയാണ് കേട്ടോ. ഞാൻ മനസ്സിൽ വാശിയോ അല്ലെങ്കിൽ പ്രതികാരമോ അല്ലെങ്കിൽ വൈരാഗ്യമോ ഒന്നും കൊണ്ടു നടക്കുന്ന ഒരാളല്ല. പക്ഷേ എനിക്കൊരാളിൽ നിന്നൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അയാളിൽ നിന്നും അകന്നു നിൽക്കും കേട്ടോ. നമ്മൾ അകന്നു നിൽക്കും. അതെൻ്റെ ഒരു രീതിയാണ്, പണ്ടേ ഉള്ള രീതിയാട്ടോ. ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്നുള്ളതാണ് നമ്മൾ ഈശ്വരനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പൂജ.